ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു 2026 ഇറങ്ങി വരുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2021-22 കാലയളവിൽ നഴ്സിംഗിൻ്റെ ഒരു ബൂം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ അനുസരിച്ച് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ചിറങ്ങി വരുന്ന ആൾക്കാരാണ്. എന്താണ് ഈ 2021-22 കാലയളവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഇല്ല കോവിഡ് സിനാരിയോ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കോവിഡ് സിനാരിയോ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ലോക രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഹെൽത്ത് പ്രൊഫഷണൽസ് എസ്പെഷ്യലി നഴ്സസിന് വളരെ കുറവുണ്ട് എന്നുള്ള ഒരു ധാരണ പിടികിട്ടി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 2021-22-23 കാലയളവിൽ വരെ വളരെ മാസീവായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ എല്ലാ കേസുകളിലും ഒരു ഒരു സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഇപ്പോൾ യു കെ ഒക്കെ എന്ന് വെച്ചാൽ ഓൾ ടൈം ഓപ്പൺ ആയിട്ട് കിടന്ന യു കെ പോലും ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ബൂമിൽ 2021 ഒരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത്, 2021-22 കാലയളവിൽ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കോഴ്സ് എൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓപ്പർച്യൂണിറ്റീസ്, അതായത് വിദേശങ്ങളിലേക്കുള്ള അവസരങ്ങൾ ഏകദേശം സീറോയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഇനി നിങ്ങൾക്ക് വിദേശങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്ന് ഒരു കോമൺ ഡിസിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി ഇനി ഒരു ഒരു ആ, ഒരു എന്താ പറയുക നോർമലൈസ് ചെയ്ത് വരികയുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ആൾക്കാരെ തന്നെ ട്രെയിൻ ചെയ്ത് ജോലി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വിദേശങ്ങളിലെ അവസരങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാവാം, എങ്കിലും അത് മാത്രം മതി എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കാത്തിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പഠിച്ച് ഇറങ്ങി വന്നിട്ടുള്ള 2026 എനിക്ക് തോന്നുന്നു മാർച്ച് മാസത്തിൽ ഓസ്കി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടിയും രജിസ്ട്രേഷന് വേണ്ടിയും വെയിറ്റ് ചെയ്യുന്ന ബാച്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ജോലി നേടിയെടുക്കാവുന്ന ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് 2027 മാർച്ച് വരെയുള്ള സമയമാണ്. ഏകദേശം ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഒരു വാലിഡിറ്റി ഉണ്ട്, അത് ഏകദേശം ഒരു 1 ഇയറോളമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനും ഇതേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്താൽ പറ്റും. അതാണ് യൂണിവേഴ്സിറ്റി റൂൾസ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. പല കുട്ടികളും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല, എനിക്ക് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇതെല്ലാം വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിലാണ്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. കാരണം വേറൊരു സാധ്യത കൂടി ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ ഗോൾഡൻ ടൈം എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച ഒരു കൺസെപ്റ്റിന് പിന്നിലുള്ള കാരണം, 2027 കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജൂനിയേഴ്സ് ഇറങ്ങി വരും. അവിടെ അവരുടെ ടൈം ആരംഭിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഞങ്ങൾ ഒരു കോച്ചിങ് സ്ഥാപനത്തിലൂടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫൈനൽ സെമ്മുകളിൽ പഠിച്ച 6th 7th 8th സെമ്മിൽ ഓസ്കിയാണ്, ഈ ഒരു കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും പൊതുവെ. അതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സെമ്മുകൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് MCQ മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്ത് തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾ കോഴ്സിനോട് എത്രമാത്രം അകന്നുകൊണ്ടിരിക്കുന്നോ അത്രമാത്രം ദുഷ്കരമായിരിക്കും നിങ്ങൾക്കൊരു ജോലി എന്ന് പറയുന്ന സ്വപ്നം. നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് ഒരു 4 വർഷം അകലെ എത്തിയെന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ 24ാമത്തെ വയസ്സിൽ കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടി 28 വയസ്സിൽ എത്തി നിൽക്കുവാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ കുട്ടി കോഴ്സിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു. 29ാമത്തെ വയസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അനാട്ടമി ഫിസിയോളജിയുടെ ടേമുകൾ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ രീതി പഠിക്കേണ്ടി വരും. ബേസിക്സ് മൊത്തം മറന്നിട്ടുണ്ടാവും. ഇതൊക്കെ തിരിച്ചറിയുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് പലരും. അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ കാര്യമായിട്ട് തന്നെ സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിന് എന്തൊക്കെ സഹായങ്ങൾ നമ്മുടെ പരിമിതമായ ലിമിറ്റ് വെച്ച് ചെയ്തു തരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു തരും. ഇവിടെ ഈ ജോലി കിട്ടാൻ ഇനി എന്താ വേണ്ടത്? ആദ്യം ജോലിയെ പറ്റി അറിയണം, നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ അറിയണം. നമ്മളെ വിളിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ അറിഞ്ഞിരുന്നോ, ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല.
ഒരു കാര്യം, പ്രൊഫഷണൽ കോഴ്സുകളിൽ കേരളത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നഴ്സിംഗിനാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പോൾ കേരള PSC മാത്രം കമ്പയർ ചെയ്യാം. കേരള PSCയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റിംഗ് കിട്ടുന്നത് ഏത് കാറ്റഗറിക്കാണെന്ന് അറിയാവുന്നത്? നഴ്സിംഗ് അല്ല, LDC ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു കാറ്റഗറി LDC ആണ്. ഏകദേശം 7,000 തൊട്ട് 10,000 വരെ പോസ്റ്റിംഗ് നടത്തും. ഈ LDCക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ എത്രയാണെന്നറിയാമോ? ഏകദേശം 20 ലക്ഷം പേർ. 20 ലക്ഷം പേർ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന LDCക്ക് അവർ ജോലി കിട്ടുന്ന ഏകദേശം 7,000 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 300 പേരിൽ ഒരാൾക്കാരെ 300 പേര് പരീക്ഷ എഴുതുമ്പോൾ ഒരാൾക്കാണ് ജോലി കിട്ടുന്നത്. ഇനി ഇതേ കാര്യം ഞാൻ നഴ്സിംഗിലേക്ക് പറയാം. നഴ്സിംഗിൽ ഈ 3 വർഷ കാലയളവിൽ 2 എക്സാം നടക്കും. ഒന്ന് DME, രണ്ടാമത്തെ DHS. ഈ DME DHS എന്ന് പറയുന്നത് വഴി DME വഴി ഏകദേശം നടക്കുന്ന പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 3,000 തൊട്ട് 3,500 വരെയാണ്. DHS വഴി നടക്കുന്ന പോസ്റ്റിങ്ങും ഏകദേശം ഒരു 2,500 3,000 വരെയാണ്. ഏകദേശം 6,000-ഓളം പോസ്റ്റിംഗ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നഴ്സിംഗ് കാറ്റഗറിയിൽ 3 വർഷം കൊണ്ട് നടക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണെന്നറിയാമോ നിങ്ങൾക്ക്? 30,000 പേര്. എത്ര പേര് എഫക്റ്റീവായിട്ട് പരീക്ഷ എഴുതുന്നതെന്നറിയാമോ? നമ്മുടെ കാറ്റഗറിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിദേശത്തൊക്കെ ഇരുന്ന് അപ്ലൈ ചെയ്യും, പരീക്ഷയ്ക്ക് വരത്തില്ല. അപ്പോൾ എഫക്റ്റീവായിട്ട് പരീക്ഷ എഴുതുന്ന നമ്പർ ഏകദേശം 24,000 പേര്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, LDCക്ക് 300-ൽ ഒരാൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 300-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് 24,000 പേര് ആപ്ലിക്കേഷൻ കൊടുക്കുന്നിടത്ത് 6,000 പേർക്ക് ജോലി കിട്ടുന്നു. 4-ൽ ഒരാൾക്ക് ജോലി കിട്ടുകയാണ്. കണക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ഇത് എത്ര പേർക്ക് അറിയാം? 400-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്നിടത്ത് നിന്ന് 4-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന പ്രൊഫഷനിൽ എത്തിച്ചേർന്നിട്ട് പോലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഒരിക്കലും ഹാപ്പി അല്ല, ഞാൻ ലക്കി അല്ല എന്ന് പറയുന്നിടത്ത് ആ കുട്ടികളെ നമ്മൾ എങ്ങനെ ബോധവൽക്കരിക്കും? ഇത് 36 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ അത് 40 വയസ്സാക്കി. ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് പക്ഷെ പലർക്കും ജോലി കിട്ടുന്നില്ല? എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ ക്ലിനിക്കൽ ഏരിയ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും, ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അവിടെയാണ് നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇരുത്തുന്ന പൂർണ്ണമായിട്ടും പഠിക്കുന്ന അടിവരയിട്ടോണം. പരീക്ഷയ്ക്ക് ഇരുത്തുന്ന ഇപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും കംപ്ലീറ്റ് പഠിക്കുന്ന 100%-ൽ 100% കുട്ടികളെയും ജോലി എത്തിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ കോൺഫിഡൻസ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ കഴിഞ്ഞ 25 വർഷ കാലയളവിൽ എക്സ്പീരിയൻസിലുള്ളത് കൊണ്ടാണ്. ഞാൻ സത്യത്തിൽ ആരാണെന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, A1 റാങ്ക് ഫെയിൽ, ദെൻ നക്ഷൽ, ദെൻ ഈ കുഹാസിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഒരു കുഹാസിൻ്റെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സെമസ്റ്റർ ബേസിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ സെമ്മിൻ്റെ ഒരു MCQ ബുക്ക് ഫസ്റ്റ് സെമ്മ് തൊട്ട് ഫൈനൽ സെമ്മ് വരെയുള്ള ഒരു ബുക്ക് വന്നിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നഴ്സിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 20-25 ബുക്കോളം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം തന്നില്ല. എനിവേ, അതുകൊണ്ടാണ് ആ ഒരു ഇപ്പോൾ A1 റാങ്ക് ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 32 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഈ 32 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വെച്ച് ഒരു ബുക്ക് തയ്യാറാക്കണമെങ്കിൽ ഈ 32 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വായിക്കണം. സ്വാഭാവികമായിട്ട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം 1992-90 കാലയളവിൽ ചോദിച്ചത് എന്നുള്ള ധാരണ എനിക്കുണ്ട്. അത് ഞാൻ അതെന്താണെന്ന് അന്വേഷിച്ച് പോയതല്ല. ഈ ബുക്കിൻ്റെ പ്രിപ്പറേഷൻ ഘട്ടത്തിൽ
നമ്മൾ കളക്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കിയെടുത്താണ്. ഈ നോളജുകൾ ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളെ തേടി വരുന്ന എല്ലാവരും റിസൾട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കണ്ടന്റിലേക്ക് വരാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജോലി അവസരങ്ങളാണ്. ജോലി അവസരങ്ങളെ പറ്റി ഞാൻ പറയാം. നമ്മൾ കേരളത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കേരളത്തിൽ നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ ജോലി നേടാം. അപ്പം നമ്മൾ നേരത്തെ LDC ആയിട്ട് കമ്പയർ ചെയ്തു. നഴ്സിംഗ് ഒക്കെ പഠിച്ച് LDCയുടെ കോച്ചിങ്ങിന് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. വിവരമില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം LDCയുടെ ബേസിക് സാലറി 26,000 രൂപയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ സെർച്ച് ചെയ്യാം കേട്ടോ. അതേസമയം നഴ്സിംഗിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 39,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 1.5 മടങ്ങ് കൂടുതലാണ് നഴ്സിംഗിന്റെ സാലറി. 400-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന, അല്ലെ 300-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന LDCക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടി അറിയുന്നില്ല 4-ൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന നഴ്സിംഗ് കാറ്റഗറിക്ക് അതിന്റെ 1.5 മടങ്ങിലധികം സാലറി നേടാൻ പറ്റുമെന്ന്. രണ്ടാമതായിട്ട് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പേർക്ക് ജോലി കിട്ടുന്നുണ്ട് നഴ്സിംഗിൽ. ആർക്കാണ് ജോലി കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് ജോലി ഇല്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയായി പോകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടെത്തി നമ്മളെപ്പോലുള്ള ആൾക്കാരെ തേടി വന്ന് പഠിക്കുന്നുണ്ട്, അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ 35-ാമത്തെ വയസ്സിലാണെങ്കിലും അവർ ജോലിയിൽ എത്തിച്ചേരും. അവിടെ അവരെ നയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആവശ്യകതയാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോവർബാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യകതയാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതില്ല. അതില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അത് തിരിച്ചറിയുന്ന പ്രായം വരുമ്പോഴത്തേക്ക് നിങ്ങൾ കോഴ്സിൽ നിന്ന് ഏറെ അകന്നു പോയിട്ടുണ്ടാവാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വെബിനാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ക്ലാസ്സിലിരിക്കുന്ന പല ആൾക്കാരുടെയും ജീവിതം ടേൺ ചെയ്യാൻ പോകുന്ന ഒരു വെബിനാറാണിത്. 30-50 പേര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 10-25 പേര് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കും. അവർ മുന്നോട്ട് വരും. കേവലം 6 മാസം കൊണ്ട് അവർ ജോലിയിലെത്തിച്ചേരും. അതിനുശേഷം അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും. ഇനി ഒരു ജോലിയിലേക്ക് എത്തുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. നമുക്ക് ആകെ അറിയാവുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. അത് തന്നെ പല തരത്തിലുണ്ട്. ഓരോ ക്വസ്റ്റ്യനിലൂടെയുള്ള ട്രെയിനിങ് നടക്കുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ടാക്കിൾ ചെയ്യണമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അടുത്തൊരു കാര്യം വിഷനാണ്. രണ്ടാമത്തെ മിഷൻ. ഈ വിഷനും മിഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ നോട്ട് സെറ്റ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മിഷനാണ്. എനിക്ക് നോട്ട് സെറ്റ് 11 സെപ്റ്റംബർ 12-ാം തീയതി നടക്കുന്ന പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷം സെപ്റ്റംബർ 28-ാം തീയതി നടക്കുന്ന മെയിൻസ് എക്സാമിനേഷൻ എഴുതി എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എനിക്ക് ഒരു എയിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ പറ്റണം. ഇത് നിങ്ങളുടെ മിഷനാണ്. വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജോലി കിട്ടുമ്പോൾ എനിക്ക് 1.25 ലക്ഷം രൂപയോളം സ്റ്റാർട്ടിംഗ് സാലറി കിട്ടും. ആ സാലറി കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കണം, വീട് വെക്കണം, ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ കാറ് മേടിക്കണം, പ്രോപ്പർട്ടി മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിസ്സായി പോയിട്ടുള്ള പല കാര്യങ്ങൾ വാങ്ങിയെടുക്കണം എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് വിഷൻ. അബ്ദുൽ കലാം സാർ പറഞ്ഞ കൂട്ട് സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഞാനിപ്പോ ഇവിടെ വളരെ ആധികാരികമായിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് വലിയ സാലറിയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇത് വാസ്തവമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയുടെ സാലറി സ്ലിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പേരും മറ്റു കാര്യങ്ങളും ഞാൻ മാറ്റിയിട്ടുണ്ട്. പേ സ്ലിപ്പ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാം. പേ സ്ലിപ്പ് ഏത് മാസത്തെയാണെന്ന് കാണുന്നുണ്ടോ? മാർച്ച് മാസത്തെയാണ്, 2026. എംപ്ലോയി ഐഡിയും എംപ്ലോയി നെയിമും ഒക്കെ ഞാൻ മാറ്റി. ഇവിടെ തസ്തിക നിങ്ങൾക്ക് കാണാം, നഴ്സിംഗ് ഓഫീസർ. പേ ലെവല് 7 ആണ് വരുന്നത്. ഇനി നിങ്ങൾ കാണേണ്ടത് ഈ കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 70,000 രൂപയാണ്.
പിന്നെ ഇത്രയും അലവൻസുകൾ നമുക്ക് ചേർന്ന് വരുന്നുണ്ട്. ആദ്യത്തെ ഡ്രസ് അലവൻസ് 2250, നഴ്സിംഗ് കെയർ അലവൻസ് എന്ന് പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതിനുള്ള സ്പെഷ്യൽ അലവൻസ് ആണ് 9000 രൂപ. ട്രാൻസ്പോർട്ട് അലവൻസ് 2844, ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ HRA 14000, ദെൻ DA എന്ന് പറയുന്നത് 40600. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രം വായിച്ചവർക്കറിയാം 2% കൂടെ കൂട്ടിയിട്ടുണ്ട്, 60%. അപ്പൊ ഇതിൽ കൂടുതലാവും അടുത്ത സാലറി. ഓക്കെ, ദെൻ ഇതിന്റെ എല്ലാം കൂടെ ടോട്ടൽ ഏണിങ്സ് വരുന്നത് ഒന്ന് നോക്കാമോ എത്രയാണെന്ന്? 1,38,694 രൂപ. ഇതിന്റെ കൂട്ടത്തില് ഒരു ഗവൺമെന്റിലേക്ക് NPS ന്യൂ പെൻഷൻ സ്കീമിലേക്ക് ഗവൺമെന്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് 16,000 രൂപ. അത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന ഗ്രോസ് പേ എന്ന് പറയുന്നത് 1,54,694 രൂപ. ഈ വ്യക്തി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ഇത്രയും സാലറി ഏൺ ചെയ്യുമ്പോൾ ഒരു പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് ഏകദേശം 1.25 ലാക്ക് ആവാം. ഇത് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് പേ. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കോഴ്സ് വെച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നോട്ട്സ് അറ്റ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്ന സാലറിയാണ് ഞാൻ പറഞ്ഞത്. +2 നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുള്ള ഇന്ന് ചിലപ്പോൾ BPharmോ MLTയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിലോ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾക്ക് മാത്രമാണ് ഈ ഓപ്പർച്യൂണിറ്റി. തിരിച്ചറിയുന്നുണ്ടോ? പറയൂ. ആ ഒരു തിരിച്ചറിവ് വരുന്നുണ്ടോ? കാരണം പലപ്പോഴും ഞാൻ പല ക്ലാസ്സുകളിൽ ചെന്നേച്ച് 1.25 ലാക്ക് ഒരു ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടി തന്നെ ചാടി എഴുന്നേറ്റതിന് ശേഷം പറഞ്ഞു, സാർ എൻ്റെ ബ്രദർ അദ്ദേഹം BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു, MPhil കഴിഞ്ഞു, സെറ്റ് കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ 75 ലക്ഷം രൂപ കൊടുത്ത് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി 90,000 രൂപയാണ്. അപ്പോൾ കേവലം ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഈ 1.25 ലക്ഷം രൂപ കിട്ടുമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷമാണ് ഞാൻ സാലറി സ്ലിപ്പും ആയിട്ട് നടക്കാൻ തുടങ്ങിയത്, കാണിച്ചു കൊടുക്കാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നഴ്സിംഗ് കഴിഞ്ഞിറങ്ങി വരുന്ന 16,000 കുട്ടികളിലെ ഏകദേശം 1% കുട്ടികൾക്ക് മാത്രമേ, 160 കുട്ടികൾക്ക് മാത്രമേ ഇത്രമാത്രം ഏണിങ്സ് നമ്മൾ പഠിച്ച കോഴ്സിലൂടെ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള അറിവുള്ളൂ. അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എയിംസിനെ ബന്ധപ്പെടുത്തി പറയാം. നമ്മൾ എയിംസ് നോട്ട്സെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എയിംസ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കുറച്ച് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 2008-09 കാലയളവിൽ കേവലം ഒരേ ഒരു എയിംസ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് ഡൽഹിയിലായിരുന്നു. അവിടെ നിന്ന് എയിംസിന്റെ നമ്പർ വർദ്ധിക്കാൻ തുടങ്ങി. ഇന്ന് ഈ 20 കഴിഞ്ഞ് 21 എയിംസ് ഹോസ്പിറ്റൽസ് ഇന്ന് ഫങ്ഷണൽ ലെവലിൽ ഇന്ത്യയിലുണ്ട്. ഏകദേശം 5ഓളം എയിംസ് ഹോസ്പിറ്റൽ മധുരയിൽ ഉൾപ്പെടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക്, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു വർഷത്തിനുള്ളിൽ അതെല്ലാം തന്നെ വർക്കായി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എയിംസ് ഹോസ്പിറ്റൽ. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലാ കാലവും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഫാക്ടർ എന്താണെന്നറിയാം. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 29. 29 സ്റ്റേറ്റിലും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഓരോ എയിംസ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് അജണ്ട പൂർത്തിയായി കഴിയുമ്പോൾ ഈ പരിപാടി അവിടെ അങ്ങ് നിൽക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കൂട്ട് തന്നെ വിദേശങ്ങളിലേക്ക് വലിയ അവസരങ്ങൾ വരുമെന്നും പറഞ്ഞ് നമ്മൾ കോഴ്സ് ചെയ്ത് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് അത് പൂട്ടി. ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് പൂർത്തീകരണമാവും. പിന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. ഒരു ടെറിഷറി കെയർ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ 1200ഓളം അല്ലെങ്കിൽ 1200-ലധികം ബെഡ് വേണം. 1200-ലധികം ബെഡുകൾ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ 750 സ്റ്റാഫ് നേഴ്സ് വേണം, മിനിമമാണ് പറയുന്നത്.
അത്തരത്തിൽ 3 ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 2500ഓളം പോസ്റ്റിംഗ് ആ വഴിക്ക് നടക്കും. പിന്നെ റിട്ടയർമെന്റ് വേക്കൻസി കൂടെ കയറി വരുമ്പോൾ ഓരോ എയിംസ് നോർസെറ്റിൽ നിന്നും 5000ഓളം പോസ്റ്റിംഗ് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. 2-3 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ അളവ് കുറഞ്ഞു വരും. യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ടോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോർസെറ്റ് എന്ത് പഠിക്കണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ക്ലിനിക്കലിലേക്കാണ്. ക്ലിനിക്കൽ ഡെപ്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു സെക്കൻഡ്. ഇതിനെപ്പറ്റി അറിയാവുന്ന കേരളത്തിലെ ആൾക്കാരെ വളരെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഡെപ്ത് ആണ്. നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ക്ലിനിക്കിലുണ്ട്. നമ്മൾ ഈ തെർമോമീറ്റർ എടുത്ത് കണ്ണിന്റെ ലെവലിൽ വെച്ച് പരിശോധിക്കത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ തെർമോമീറ്ററിൽ റീഡിങ് ഏത് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്ന് പറയാമോ? തെർമോമീറ്ററിൽ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് കണ്ണിന്റെ ലെവലിൽ വെച്ച് കേരള PSC DME DHS പറയാം, തീർച്ചയായിട്ടും പറയാം. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു അവസരം തരാം. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഒരു 10 മിനിറ്റ് തരാം. ആ സമയത്ത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. അതല്ലേ നല്ലത്? നിങ്ങളെന്ത് പറയുന്നു? ഇൻ ബിറ്റ്വീൻ പറയുമ്പോൾ ആ ഒരു ഫ്ലോ പോത്തില്ലേ? നിങ്ങൾ പറയുന്നത് ചെയ്യാം. മതിയല്ലോ. ശരി, നമ്മുടെ തെർമോമീറ്ററിന്റെ റീഡിങ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ അവസാനിക്കുന്നു? നമ്മൾ കണ്ണിന്റെ ലെവലിൽ വെച്ച് കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വാല്യൂ ആണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 94 degree Fahrenheit to 108 degree Fahrenheit. 108 യൂണിവേഴ്സലായിട്ട് തെർമോമീറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് 95 ഡിഗ്രി ഫാരൻഹീറ്റ് തൊട്ട് 108 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ലെവലിലാണത് ക്ലിയർ ചെയ്യുന്നത്. ചെന്നൈ ESI എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പോട്ടെ, BP നോക്കാറുണ്ടല്ലോ. BP നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ BP നമ്മളിങ്ങനെ അടിച്ചടിച്ച് കയറ്റുമ്പോൾ ഈ സിസ്റ്റോളിക് BP മുകളിലോട്ട് അറിയാമല്ലോ, അവിടെ നിന്നാണല്ലോ റീഡ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അപ്പർ വാല്യൂ എത്ര? പറഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ BP നോക്കി, ഇന്ന് രാവിലെ ഞങ്ങളുടെ BP നോക്കിയിട്ട് വന്നിരിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അപ്പർ വാല്യൂ എത്രയാണ്? 2018 എയിംസിന്റെ പാറ്റ്നയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. 300. യെസ്, ഫൈൻ, 300. അപ്പൊ ഈ ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി മാത്രമാണ് അതിന് ആൻസർ പറഞ്ഞത്. അപ്പൊ എത്രമാത്രം ക്ലിനിക്കൽ മിസ്സിങ് നമുക്കുണ്ട്? ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ IV ക്യാനിൽ ഇടത്തില്ലേ? IV ക്യാനില ഇടത്തില്ലേ? IV ക്യാനിൽ ഇടുമ്പോൾ പ്രധാനപ്പെട്ട 3 കളർ കോഡ് ഉണ്ട്. ഒന്ന് പറഞ്ഞേ. ചേടാ, ബ്ലൂ, ഇതെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കുമോ? പിങ്ക്, ഗ്രീന്. ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഡയമീറ്റർ? 18 ഗേജ്. ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഈ 18 ഗേജിൻ്റെ ഫ്ലോ റേറ്റ് ചോദിച്ചു. ഇതിലൂടെ മാക്സിമം ഫ്ലോ എത്രയാണ്? (2020) ഒരു എയിംസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ, ഏത് ഭാഗത്താണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. ഫ്ലോ റേറ്റ് എത്രയാണ്? 90 ml/min എന്നുള്ള റൈറ്റ് ആൻസർ. നമ്മൾ സിലബസ് ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ പഠിച്ച ഭാഗങ്ങളിലൊന്നും ചിലപ്പോൾ ഇത് കണ്ടെന്ന് വരുന്നില്ല. ഇതാണ് ക്ലിനിക്കൽ ഡെപ്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്തുകൊണ്ടാണ് എന്നെ തേടി വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നത്. ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുന്നതുകൊണ്ട്
ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടികൾ മിസ്സാക്കുന്ന പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. ഇതേ ഉള്ളൂ ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ബാക്കി എല്ലാ കുട്ടികളും തെറ്റിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻ ഈ ഒരു ആംഗിളിൽ ശരിയാക്കുമ്പോൾ അയാൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരും, അയാൾ ജോലിയിൽ പ്രവേശിക്കും. അടുത്തൊരു കേസാണ് സ്പീഡ്. നോർസെറ്റിന്റെ പ്രിലിംസ് നടക്കുമ്പോൾ 5 സെക്ഷനുണ്ട്. 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 സെക്ഷനുണ്ട്. ആദ്യത്തെ സെക്ഷൻ 20 ക്വസ്റ്റ്യൻ ആണ്. ആ 20 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി തരുന്ന സമയം 18 മിനിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ 1 മിനിറ്റ് ഇല്ല. അവിടെയാണ് വേഗത പ്രശ്നമായിട്ട് വരുന്നത്. കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2024 നോർസെറ്റ് 7 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഫ്ലോറേറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരാൾക്ക് 2000 ml ഫ്ലൂയിഡ് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് പുള്ളി എഴുതിയേക്കാണ് 100 ml per hour. എന്താണ് എഴുതിയേക്കുന്നത്? പറഞ്ഞോ. 100 ml per hour. അങ്ങനെയാണെങ്കിൽ എത്ര ഡ്രോപ്പ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും? എത്ര ഡ്രോപ്പ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും? പേപ്പർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കണ്ടുപിടിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതറിയാമോ? ഒന്നുമില്ല. 100 ml per hour എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഡ്രോപ്പ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ഫോർമുല പകുതിയുടെ പകുതി എന്നുള്ളതാണ്. 100ന്റെ പകുതി എത്ര? പറ, ആൻസർ ചെയ്യും. നിങ്ങൾ അതിന്റെ പകുതി എത്ര? 25. അതാണ് ഡ്രോപ്പ് റേറ്റ്. ഇനി കാൽക്കുലേറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞേച്ച് ഇപ്പൊ സമയമില്ല. 25 ഡ്രോപ്പ് പെർ മിനിറ്റ് എന്നുള്ള വേഗതയിൽ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് 100 ml per hourൽ ഫിനിഷ് ചെയ്യും. ഇത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ വിത്തിൻ സെക്കൻഡിൽ 1 or 2 സെക്കൻഡിൽ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുട്ടി 1.25 മിനിറ്റ് എടുക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. 2 പേർക്കും ആൻസർ കിട്ടി. ഇവിടെയാണ് സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത നെഗറ്റീവ് മാർക്കിംഗ്. നെഗറ്റീവ് മാർക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും, നിങ്ങൾ ഏത് കോച്ചിങ് സ്ഥാപനത്തിൽ പോയാലും അവിടെ അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻ എഴുതരുത് എന്നാണ്. ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എ, ബി, സി, ഡി. ഇതിലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്ത് പഠിക്കുക. ഇതിലെ റൈറ്റ് ആൻസർ ഏതാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഡിയും ബിയും അല്ല ആൻസർ. സംഭവം എയിലോ സിയിലോ ആണ് നിൽക്കുന്നത്. ഇങ്ങനെ എയോ സിയിലോ ആണ് ആൻസർ നിൽക്കുന്നത് എന്ന തരത്തിൽ ഒരു 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക. മസ്റ്റായിട്ടും ആൻസർ ചെയ്തേ പറ്റൂ, വിട്ട് കളയാൻ പാടില്ല. ഇനി ഞാൻ ഇതിന്റെ കണക്ക് പ്രോബബിലിറ്റി പറയാൻ പോവാണ്. 2 ഓപ്ഷൻസിലെ ആൻസർ നിൽക്കുന്ന 20 ക്വസ്റ്റ്യൻ നിങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ 20 ക്വസ്റ്റ്യൻ കണ്ണും പൂട്ടി കറക്കി കുത്തിയാൽ 50-50 ചാൻസ് 10 എണ്ണം ശരിയാവും, 10 എണ്ണം തെറ്റും. 10 എണ്ണം ശരിയായാൽ 10 മാർക്ക് കിട്ടും. 10 എണ്ണം തെറ്റിയാൽ 3.3 മാർക്ക് പോകും. ഈക്വൽ ടു 6.6 മാർക്ക് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അഡ്വാൻറ്റേജ്. കിട്ടിയോ? കഥ മാറിയത് മനസ്സിലായോ? പറയൂ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലായി. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് ലൈവ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറെ റെക്കോർഡ് ക്ലാസ് ഇട്ട് തന്നാൽ പോരെ. അപ്പം നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി അറിയാത്ത ഒന്നും ആൻസർ ചെയ്യരുതെന്നുള്ള സ്ട്രാറ്റജി ആയിട്ട് പോകുന്ന കുട്ടി ഈ പറയുന്ന 6.66 മാർക്ക് നമ്മുടെ കുട്ടിയേക്കാൾ കുറവായിരിക്കും മേടിക്കുന്നത്. ഒരു 0.33 മാർക്കിന് എയിംസ് നോർസെറ്റ് എക്സാമിനേഷന്
850 റാങ്ക് മറിഞ്ഞിട്ടുണ്ട്. 850 റാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാർക്ക് 70 കരുതുക. നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലുള്ള മാർക്ക് 70.33. അവൻ്റെ റാങ്ക് നിൽക്കുന്നത് 4200 നമ്മുടെ റാങ്ക് നിൽക്കുന്നത് 5051. ഈ രീതിയിൽ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 850 റാങ്കാണ് മാറ്റം വന്നേക്കുന്നത്. മാർക്ക് വ്യത്യാസം 0.33. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തതായിട്ട് ഞാൻ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രിലിംസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഫോക്കസ് വരുന്നത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. നഴ്സിംഗ് വരാം, GK ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ദെൻ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 80 നഴ്സിംഗ് ക്വസ്റ്റ്യനും 20 GK ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. നമുക്ക് ടോട്ടൽ ഡ്യൂറേഷൻ 90 മിനിറ്റ് ആണ് വരുന്നത്. ഈ 90 മിനിറ്റിൽ ഓരോ സെക്ഷനായിട്ട് 5 സെക്ഷനായിട്ട് തിരിക്കും. 5 സെക്ഷനായിട്ട് തിരിച്ചതിന് ശേഷം ഓരോ 20 ക്വസ്റ്റ്യനും 18 മിനിറ്റ് ആണ് അലോട്ട് ചെയ്ത് തരുന്നത്. ഇതൊന്നും അറിയാതെ പല കുട്ടികളും പരീക്ഷയ്ക്ക് പോകുന്നുള്ളതാണ് അർത്ഥം. നല്ല ടാലൻ്റ് ആയിട്ടുള്ള പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ പോയിട്ട് ടൈം മാനേജ്മെന്റ് മിസ്സിങ്. ടൈം മാനേജ്മെന്റ്, പിന്നെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തേക്ക് കടന്നാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇതുപോലും കുട്ടിക്ക് അറിഞ്ഞുകൂടാ. ആ ഹോൾ ടിക്കറ്റിനകത്ത് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയം ആയതുകൊണ്ട് ഹോൾ ടിക്കറ്റ് വായിച്ച് നോക്കാനൊന്നും ആരും മെനക്കെടാറില്ല. അങ്ങനെ പ്രിലിംസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ മെയിൻ എക്സാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സ്റ്റേജ് 2 ആണ്, മെയിൻ എക്സാം. മെയിൻ എക്സാമിന്റെ പ്രത്യേകത ടോട്ടൽ ക്വസ്റ്റ്യൻ 160 ആണ്. അവിടെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ തന്നെ ഏകദേശം 3-4 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം അനുവദിച്ചിട്ടുണ്ട്. 180 മിനിറ്റ്. അവിടെയും 4 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യനെ തിരിച്ചിരിക്കുന്നത്. 40 ക്വസ്റ്റ്യൻ വീതം 4 സെക്ഷൻ. ഓരോ സെക്ഷനിലെയും 4 ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 45 മിനിറ്റ് ആണ്. നമ്മൾ നോട്ട് സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ 20 മാർക്കിൻ്റെയും 45 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഇട്ട് അവരെ തലങ്ങും വിലങ്ങും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സ്വാഭാവികമായിട്ടും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്കില്ലിൽ അവരെത്തും. 2020 തോന്നുന്നു നീറ്റ് എക്സാമിനേഷന് ആദ്യമായിട്ട്, കഴിഞ്ഞ വർഷമൊക്കെ കുറെ പേർക്കുണ്ടായിരുന്നു, 2020 നീറ്റ് എക്സാമിനേഷന് ആദ്യമായിട്ട്, നീറ്റ് അറിയാമല്ലോ, മറ്റേ മെഡിക്കൽ എൻട്രൻസ്, ഒരു കുട്ടിക്ക് 760 760 മാർക്ക് സ്കോർ ചെയ്തു. ഒരു പയ്യനാണ്. അപ്പോൾ ഈ അവനോട് ചോദിച്ചു, അവനെ മീഡിയക്കാരെല്ലാം തപ്പിപ്പോയി. മീഡിയക്കാർ മ്യൂട്ടാണേ. ആണല്ലേ, ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമല്ലോ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നെറ്റ്വർക്ക് പ്രശ്നം വന്നെന്ന് തോന്നുന്നു, ഒന്ന് മിസ്സിംഗ് ആയിട്ട് വന്നു. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എവിടെ വരെയാണ് കേട്ടത്? 2020 ഒരു കാര്യം പറഞ്ഞു കേട്ടല്ലോ, നീറ്റ് എക്സാമിനേഷൻ. ആ നീറ്റ് എക്സാമിനേഷനിൽ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് 760 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതൊരു MCQ എക്സാമിനേഷൻ ആണ്. അപ്പോൾ അവരെ ചാനലുകാരൊക്കെ തേടി ചെന്ന് അവനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവൻ പറയുന്ന കാര്യം, ഏകദേശം ജനുവരി മാസത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു ഏപ്രിലിൽ ഒരു സൺഡേ ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് 5 മണി വരെയാണ് എക്സാം എന്ന്. അത് അറിഞ്ഞ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ ഞാൻ ഈ പറയുന്ന 180 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷ എഴുതാൻ വന്നിട്ടുള്ള ഏകദേശം 25 ലക്ഷം പേര് പരീക്ഷ എഴുതാൻ വേണ്ടി വരുമ്പോൾ
രാവിലെ മൊത്തം പഠിച്ചേച്ച് മിക്കവാറും ഉച്ചയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും പലരും. അവൻ്റെ ബ്രെയിൻ ഏറ്റവും ഡൗൺ ആയിട്ടായിരിക്കും അവൻ പരീക്ഷാ ഹോളിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഇവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് അവൻ്റെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും. കാരണം അവൻ പരീക്ഷ പരിശീലിച്ച് ഡെവലപ്പ് ചെയ്ത സ്കില്ല്. നമ്മൾ 5 ദിവസം നമ്മൾ മസിലിന് വേണ്ടി ജോലി ചെയ്താൽ മസിൽ ഡെവലപ്പ് ചെയ്യും. 90 ദിവസം ബ്രെയിന് വേണ്ടി അവൻ വർക്ക് ചെയ്തപ്പോൾ ബ്രെയിൻ പാരൻകൈമ ഡെവലപ്പ് ചെയ്തു. അവൻ്റെ ഇൻ്റലിജൻസിൻ്റെ IQ-ൻ്റെ ഏറ്റവും പീക്ക് ഒപ്റ്റിമൽ ലെവൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ആ റിസൾട്ട് ആയിരുന്നു 760 ഔട്ട് ഓഫ് 760. സ്ട്രാറ്റജി പിടികിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ശരി. ഇനി അടുത്തത് ഇത് നമ്മുടെ 9th എയിംസ് നോർസെറ്റിൻ്റെ ഒരു കട്ട് ഓഫാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 90% ദെൻ OBC-കാർക്ക് 85% SC/ST-കാർക്ക് 75% ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? 100-ൽ 90 ക്വസ്റ്റ്യൻ ശരിയാക്കിയ 90% മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഇത് കിട്ടിയത്. നമുക്കൊരിക്കലും കിട്ടത്തില്ല. ഇങ്ങനെ മനസ്സിലാക്കിയോ നിങ്ങൾ ആരെങ്കിലും? ആദ്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് 100-ലാണ് പരീക്ഷ നടന്നതെന്ന് കരുതുക. ക്വസ്റ്റ്യൻ നല്ല ടഫായിരുന്നു. ടോപ്പ് മാർക്ക് 20 മാർക്കാണ്. 0 തൊട്ടുള്ള മാർക്കുണ്ട്. 0, 1, 2, 3, 4. 100 പേര് പരീക്ഷ എഴുതിയെന്ന് കരുതുക. 100 പേരെ ഞാൻ 0 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്, 1 മാർക്ക് കിട്ടിയ 10 പേരുണ്ട്, 2 മാർക്ക് കിട്ടിയ 20 പേരുണ്ട്. ഇങ്ങനെ ഞാൻ റാങ്ക് ചെയ്യാം. റാങ്ക് ചെയ്ത് 20 മാർക്ക് കിട്ടിയ ഒരാളുണ്ട്. ഇവിടെ വരെ റാങ്ക് ചെയ്തു. മൊത്തം 100 പേരെ റാങ്ക് ചെയ്ത് നിർത്തുകയാണ്. ഇനി 75% എന്താണെന്നുള്ളത് പറയുകയാണ്. 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 15 മാർക്ക് എന്ന് പറയുന്നത് ഈ പരീക്ഷ എഴുതിയ 75% ആൾക്കാർ 15 മാർക്കോ അതിൽ താഴെയോ ആണ് നേടിയിരിക്കുന്നതെന്ന്. ടോപ്പ് മാർക്ക് 20 പക്ഷെ 75% 15 മാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 മാർക്കിന്റെ പരീക്ഷയിൽ 75%-ൽ താഴെ ആൾക്കാർ 15ഓ അതിൽ താഴെയോ ആണ് മാർക്ക് നേടിയിരിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പരീക്ഷയുടെ ഡിഫിക്കൽറ്റി അനുസരിച്ചാണ് പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ 90% അല്ലെ 85% അല്ലെ 75% അല്ല. ഇവിടെ 20% എന്ന് അല്ലെങ്കിൽ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ 100%. 15 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 75%. 10 മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50%. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 70%-ലാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെർസെൻറ്റേജിലാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷ എഴുതിയ 10,000 പേരുണ്ടെങ്കിൽ 7,000 പേര് നിങ്ങളുടെ പിന്നിലാണ്. 3,000 പേര് മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. ആ ഐഡിയ കിട്ടിയോ? പറ, കിട്ടിയോ? പല പരീക്ഷയ്ക്കും നിങ്ങൾ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ എയിംസ് എഴുതിയപ്പോൾ നിങ്ങൾക്ക് 80%-ലാണ്. പരീക്ഷ എഴുതി 1,00,000 പേരാണെന്ന് കരുതുക. അതിൻ്റെ അർത്ഥം 80,000 പേര് എൻ്റെ പിന്നിലാണ്, 20,000 പേര് എൻ്റെ ഫ്രണ്ടിൽ കിടപ്പും. ഈ ഒരു ധാരണയെങ്കിലും ഒന്ന് മനസ്സിലാക്കി തലയിൽ വെക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ഓക്കെ, അപ്പോൾ അടുത്തേക്ക് പോകും. അപ്പോൾ ഈ പെർസെൻറ്റേജ് കണ്ട് പേടിക്കണ്ട. പെർസെൻറ്റേജ് പരീക്ഷയുടെ മാർക്ക് അനുസരിച്ച് വരുന്ന ജഡ്ജ്മെൻ്റ് ആണ് എന്ന് പറയാം. പെർസെൻറ്റേജിലൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് ചാർട്ടുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു രീതിയിലല്ലല്ലോ പോകുന്നത്. മാർക്ക് ബേസിൽ പറയുമ്പോൾ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ജനറൽ ആണെങ്കിൽ ഏകദേശം 160 ക്വസ്റ്റ്യൻ ഉള്ളതിനകത്ത് 120 തൊട്ട് 130 മാർക്ക് വരെ നേടണം.
OBC ആണെങ്കിൽ 110-നും 120-നും ഇടയ്ക്ക്, SC/ST ആണെങ്കിൽ 90-നും 100-നും ഇടയ്ക്ക്. ദെൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ 105-നും 115-നും ഇടയിൽ മാർക്ക് നേടിയ ആൾക്കാർ ഈ നോർസെറ്റ് 9 ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഏകദേശം 5000-ഓളം വേക്കൻസീസ്, 5000-ൽ പുറത്ത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ മൊത്തം 5000-ലധികം ആൾക്കാർക്ക് ജോലി കിട്ടുകയും ചെയ്തു. എയിംസ് നോർസെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജിഗ്മർ ഹോസ്പിറ്റല്, ESA ഹോസ്പിറ്റലിന്റെ വേക്കൻസീസ്, അതേപോലെ തന്നെ ഡൽഹിയിലെ 5ഓളം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വേക്കൻസീസ്, ഇതെല്ലാം തന്നെ ഫില്ല് ചെയ്യപ്പെടുന്നത് എയിംസ് നോർസെറ്റ് വഴിയാണ്. സോ ഇനിയും അതിൻ്റെ ഈ ഒരു വരുന്ന കാലയളവുകളിൽ ഫില്ല് ചെയ്യപ്പെടുന്ന വേക്കൻസീസ് 6000-വും 7000-വും ഒക്കെ ആയി മാറും. ആ സമയത്ത് നിങ്ങളും അവിടെ എത്തിച്ചേരണം. ഒരു കാലഘട്ടം എത്തുമ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി ഇപ്പോൾ ഒരു നോർസെറ്റ് 10 കഴിഞ്ഞതേ ഉള്ളൂ. ഏപ്രിലായിരുന്നു എക്സാം നടന്നത്. ഇനി അടുത്ത നോർസെറ്റ് വരുന്നത് സെപ്റ്റംബർ 2026 അത് ടാർഗറ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത്. അത് വരുമ്പോഴത്തേക്കും മിക്കവാറും 25ഓളം എയിംസ് ഹോസ്പിറ്റൽ അതിൻ്റെ വേക്കൻസീസ് അതിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. ജിഗ്മർ ഹോസ്പിറ്റൽ ഉണ്ടാവും, ESA ഹോസ്പിറ്റൽസ് ഉണ്ടാവും. 1.25 ലക്ഷം രൂപയോളം സാലറി നേടാം. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ആവശ്യകതയാണ് നമ്മളെ നേട്ടത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നതെല്ലാം ഒരു ട്രിഗറാണ്. നിങ്ങളെ ഞാൻ ഇങ്ങനെ ഉത്തേജിപ്പിക്കുകയാണ്. ആ ഉത്തേജനം സ്വയം ഉത്തേജനമായിട്ട് മാറുമ്പോൾ അതൊരു സെൽഫ് മോട്ടിവേഷൻ ആവും. ആ സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ തീരുമാനിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ബന്ധപ്പെടുന്നു, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ചോദിക്കുന്നു. ഒരു ദിവസം 2-3 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിനെ നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആരെ വിളിച്ച് ഇവിടെ നിർത്തി ചോദിച്ചു, നിങ്ങളുടെ വിജയ രഹസ്യം എന്താണ്? ഒറ്റ ആൻസറേ കാണത്തുള്ളൂ, കൺസിസ്റ്റൻസി. വിരാട് കോഹ്ലി ലോകത്തെ ക്രിക്കറ്റിലെ റെക്കോർഡുകളെല്ലാം ഭേദിച്ചു പോയി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? ഹാർഡ് വർക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി അയാൾ ചെയ്യുന്ന കാര്യം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. റൊണാൾഡോ, മെസ്സി ഇവരെ എല്ലാം തന്നെ ഏറ്റവും വലിയ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കൺസിസ്റ്റൻസിയാണ്. പഠിത്തത്തിലും നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഇതേ കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് താനേ വന്നോളൂ. ഇനി ഞാൻ പറഞ്ഞു, ഈ 100 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നിക്കുന്ന നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത്തരത്തിൽ പലതരത്തിലുള്ള MCQ ഉണ്ട് എന്ന് തിരിച്ചറിയണം. ഓരോന്നിനെ പറ്റിയും വിശദീകരിക്കാൻ സമയം നമുക്കില്ല. കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള MCQ ഉണ്ട്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഒരു കാരണവശാലും എഴുതാൻ പറ്റില്ല. മെമ്മറി ബേസ്ഡ് MCQ ഉണ്ട്, കാണാതെ പഠിച്ച് കൊണ്ടുപോയി പരീക്ഷയ്ക്ക് എഴുതുന്ന കാര്യങ്ങൾ. ആപ്ലിക്കേഷൻ ഉണ്ട്, അനാലിസിസ് ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ട്, നെഗറ്റീവ് MCQ ഉണ്ട്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്ന് മാത്രം ഒന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, 4 ഓപ്ഷനിലേക്ക് വരുന്നു. ആ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, ചേടാ ഈ 4 ആൻസർ ആവുന്ന കൂട്ടാണല്ലോ ഇരിക്കുന്നത്, 4 ആൻസർ ആയാൽ എന്താ തെറ്റ്? ഇത്തരത്തിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന 4 ഓപ്ഷനിലും ആൻസർ ഉണ്ടെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻ. കിട്ടുന്നുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്തത് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിനെപ്പറ്റി ഞാനിപ്പം ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ദെൻ മെമ്മറി ബേസ്ഡ് MCQ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് സൈക്കോളജി, ഫാദർ ഓഫ് അനാട്ടമി, ഫാദർ ഓഫ് സൈക്കാട്രി, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നക്ഷൽ എന്ന് പറയുന്ന ബുക്ക് ഏകദേശം ഇന്നേക്ക് 16 കൊല്ലം മുമ്പ് 2010 ഞാൻ ആദ്യമായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് ഈ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് പ്രാധാന്യം കൊടുത്താൽ ഞാൻ ആ ബുക്ക് ഇറക്കിയത്. ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സഹായമായ ഒരു ബുക്കാണ്. അവിടെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നോർമൽ വാല്യൂസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രൈമറി സൈൻ. ഇൻക്രീസ് ICPയുടെ ആദ്യത്തെ സൈൻ എന്താണ്? ടൈഫോയിഡിന്റെ ആദ്യത്തെ സൈൻ എന്താണ്? MIയുടെ ഫസ്റ്റ് സൈൻ എന്താണ്? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവറിന്റെ ഫസ്റ്റ് സൈൻ എന്താണ്? ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. പെരിയോപ്പറേറ്റീവ് നഴ്സിംഗ്, എത്തിക്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ECGയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഓക്സിജൻ തെറാപ്പിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഇത്തരത്തില് ഏകദേശം ഒരു 100ഓളം സെക്ഷൻസ് ഞാൻ കണ്ടെത്തി. ഇതിനെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ലാബ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്രിയേറ്റ് ചെയ്തു ആ ബുക്കിൽ. അതിലെല്ലാ ലാബ് വാല്യൂസും ഉണ്ടാവും. അതുപോലെ ഒ ബി ജിയിൽ പഠിക്കുന്നതായാലും പീഡിയാട്രിക്കിൽ പഠിക്കുന്നതായാലും ദെൻ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ പഠിക്കുന്നതായാലും ഫൗണ്ടേഷനിൽ പഠിക്കുന്നതാണെങ്കിലും എല്ലാ ലാബ് വാല്യൂസും അവിടെ കിട്ടും. LFT, RFT, ദെൻ സീറോ ഇലക്ട്രോലൈറ്റ്, ദെൻ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള RA ഫാക്ടർ, ദെൻ INA, അങ്ങനെ സകല നോർമൽ വാല്യൂസും ഒരു ചാപ്റ്ററിൽ. എല്ലാ ഡിസീസും അതിൻ്റെ പ്രൈമറീസ് അതിന് ഒരു ചാപ്റ്റർ, പെരിയോപ്പറേറ്റീവ് നഴ്സിംഗ് ഒരു ചാപ്റ്റർ, എത്തിക്സ് ഒരു ചാപ്റ്റർ, ECG ആയിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ചാപ്റ്റർ. അത്തരത്തിൽ 100 സെക്ഷൻ വെച്ച് ഞാൻ ആദ്യമായി ആ ബുക്ക് ഇറക്കിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനും ഈ യൂട്യൂബും ഒക്കെ വരുന്നതിന് മുമ്പ് ഏകദേശം 2010 തൊട്ട് ഏകദേശം 2022 വരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത ഒരു ബുക്കായിരുന്നു നക്ഷൻ. ഒറ്റ കൺസെപ്റ്റ്, മെമ്മറി ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ഏകദേശം 50% ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനപ്പുറം കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പോലുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിക്കുക. അവിടെയാണ് ട്രെയിനിങ്ങിൻ്റെ ഗുണം വരുന്നത്. കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, അനാലിസിസ് ലെവൽ ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ്. നേരത്തെ ഞാൻ ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പറഞ്ഞു തന്നു, പകുതിയുടെ പകുതി. ഇതൊക്കെ ട്രെയിനിങ്ങിലൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കണം. ദെൻ ബേസിക് സിലബസിനെ പറ്റി ഒന്ന് അറിയുക. ഞാൻ കഴിഞ്ഞ ദിവസം വോയിസ് സെറ്റപ്പ് പറഞ്ഞതാണ്. അനാട്ടമി, ഫിസിയോളജി, ന്യൂട്രീഷൻ, ഡയറ്ററ്റിക്സ്, അതേപോലെ ബയോകെമിസ്ട്രി, സോഷ്യോളജി, സൈക്കോളജി, നഴ്സിംഗ് ഫൗണ്ടേഷൻ, മൈക്രോബയോളജി, ഫാർമക്കോളജി. ഇത്തരത്തിൽ ഈ 10 സംഭവങ്ങളെ നമ്മൾ ബേസിക് നഴ്സിംഗ് എന്ന് പറയും. ഒരു 100 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 30 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഏരിയ. ദെൻ അടുത്തത് 5 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്ന് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അത് കഴിഞ്ഞതിന് ശേഷം OBG, പീഡിയാട്രിക്സ്, കമ്മ്യൂണിറ്റി ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അതിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ തന്നെ ഇത്രത്തോളം സിസ്റ്റം കിടപ്പുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൽ സിസ്റ്റം. ഓരോന്നിനെയും വെയിറ്റേജ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റീനൽ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ദെൻ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം, ഇൻറ്റഗ്മെൻ്ററി സിസ്റ്റം, IENT, ഹെമറ്റോളജി, ഇമ്മ്യൂണോളജി, ഓൺകോളജി, ഇത്രയും കാര്യങ്ങൾ. ഏകദേശം 12ഓളം സെക്ഷൻസ് അതിനകത്തുണ്ട്. ഓരോന്നിനും വെയിറ്റേജ്. ദെൻ സ്പെഷ്യാലിറ്റീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന OBG, ചൈൽഡ് ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത്. ഏകദേശം 7 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ദെൻ അടുത്ത അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്തേച്ച് പരീക്ഷയ്ക്ക് പോകും. സ്പെഷ്യാലിറ്റീസിന് ഏകദേശം 45 മാർക്കോളമാണ് ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. അതേസമയം അഡ്വാൻസ്ഡ് സബ്ജക്റ്റ് 25 മാർക്കാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് റിസർച്ച്, സ്റ്റാറ്റ്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, നഴ്സിംഗ് തിയറി. നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് ബേസിക് നഴ്സിംഗിന് ഒരു 30-ൽ 20+ മാർക്ക് നേടണം. സ്പെഷ്യാലിറ്റീസിൽ 45-ൽ ഒരു 30+ മാർക്ക് നേടണം. അഡ്വാൻസിൽ ഏകദേശം 25-ൽ ഒരു 15+ മാർക്ക് നേടണം. വ്യക്തമായ ടാർഗറ്റോട് കൂടിയായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. 100-ൽ 100 മാർക്ക് നേടുന്ന PSC പരീക്ഷ ഉണ്ടാവില്ല. കാരണം എന്താ? അടുത്ത ദിവസം വിജിലൻസ് എൻക്വയറിയാ. എന്താ? ക്വസ്റ്റ്യൻ ചോർന്നു. എല്ലാ PSC പരീക്ഷയുടെയും കട്ട് ഓഫ് വരുന്നത് അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് വരുന്നത് ഒരു 70-75 ലെവലിലായിരിക്കും. നമ്മൾ ഈ ഒരു ടാർഗറ്റിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 65-നും 75-നും ഇടയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അത് PSC ആണെങ്കിലും നോട്ട് ആണെങ്കിലും RRB ആണെങ്കിലും ശ്രീചിത്രയാണ്. ഇനി സ്കോറിങ് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ചില വിന്നിങ് ടെക്നിക്ക് ഉണ്ട്. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത റിവേഴ്സ് സോൾവിങ് ടെക്നിക്ക്. ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, അതിനു മുമ്പ് നിങ്ങൾ ആൻസറിലേക്ക് വരുന്നു, ഓപ്ഷൻസിലേക്ക് വരുന്നു. ഓപ്ഷൻസ് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റൈറ്റ് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സോൾവിങ് ടെക്നിക്ക്. ഇതൊരു പ്രാക്ടീസാണ്. അത് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് എന്തുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ റൈറ്റ് ആയതെന്നും എന്തുകൊണ്ടാണ് മറ്റു 3 ഓപ്ഷൻസ് റോങ് ആയതെന്നും മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് ഈ ടെക്നിക്ക് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മൾ ട്രെയിനിങ്ങിലൂടെ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ഞാൻ 50-50 റൂളിനെ പറ്റി പറഞ്ഞു, നെഗറ്റീവ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട്. എന്തായിരുന്നു പറഞ്ഞത്? 2 ഓപ്ഷനിലാണ് ആൻസർ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ക്വസ്റ്റ്യൻ വിട്ട് കളയരുത്.
അത് ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഈ PPT-യിലൂടെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞാനൊരു ഇമേജിൻ്റെ സപ്പോർട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇമേജിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള ഇമേജുകൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രൈക്കിംഗ് ആണ്. ആ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറും. നമ്മൾ നഴ്സിംഗിൽ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒന്ന് മെമ്മറി ടെക്നിക്കിന് വേണ്ടി ന്യൂമോണിക്സ്, രണ്ടാമത് ഇമേജുകളിലൂടെ കൺസെപ്റ്റുകൾ തലയ്ക്കകത്തേക്ക് കയറ്റി വിടുക. അവിടെ അന്നേരം ഒരു പ്രോപ്പറായിട്ടുള്ള വിഷ്വലൈസേഷൻ നടക്കും. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കൃത്യമായ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം, കേവലം 3 മാസം മുമ്പ് പഠിച്ചതാണെങ്കിലും പരീക്ഷാ ഹോളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പല കുട്ടികൾക്കും തലേ ദിവസം പഠിച്ച കാര്യം മാത്രമേ പരീക്ഷാ ഹോളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യം പരീക്ഷാ ഹോളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് ത്രൂ ട്രെയിനിങ് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് പരീക്ഷയും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളുടെ ഇൻഡിവിജ്വൽ കൺസേണിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എബിലിറ്റീസാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കണം. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തുന്ന കുട്ടികളോട് ഞാൻ ആദ്യം പറയുന്ന കാര്യമാണ് സ്ട്രെങ്ത് വീക്ക്നെസ്. അയ്യോ, എനിക്കൊരു പ്രത്യേകിച്ച് സ്ട്രെങ്ത് ഒന്നുമില്ല സാറേ. അവരാദ്യമേ ഞാനങ്ങ് പറഞ്ഞു വിടും. ആദ്യം സ്വന്തം എന്താണ് നിങ്ങൾക്ക് തണുപ്പാണോ ഇഷ്ടം, ചൂടാണോ ഇഷ്ടം, നിങ്ങൾക്ക് ചിക്കനാണോ ഇഷ്ടം, ചോറാണോ ഇഷ്ടം എന്ന് പറയാൻ അറിയാത്ത കുട്ടിയെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും? സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠന കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, രാത്രി ഇരുന്ന് പഠിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ രാവിലെ ഇരുന്ന് പഠിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഓർത്തിരിക്കാൻ കഴിയുന്നത്? പറയണം. കൃത്യമായിട്ട് പറയണം. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, തീരെ ഇഷ്ടമില്ലാത്ത ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലയോ? വീടിന്റെ ഏത് ഭാഗത്തിരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം? ഇരുന്ന് പഠിക്കുന്നതാണോ നടന്ന് പഠിക്കുന്നതാണോ? ദീസ് ഓൾ ആർ യുവർ പ്രിഫറൻസസ്. റൈറ്റ് ടൈം യു ഹാവ് ടു ലേൺ ദീസ് തിങ്സ്. എന്നിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ ഇന്നങ്ങ് മലക്കം മറിക്കും എന്നുള്ള രീതിയിൽ ബുക്ക് എടുത്ത് ടേബിളിന്റെ മുന്നിലേക്ക് വെച്ച് പഠിക്കാൻ തുടങ്ങുന്നു. ഇത്തിരി കഴിയുമ്പോൾ കിടന്നുറങ്ങുന്നു. ആദ്യം നിങ്ങളുടെ പ്രിഫറൻസ് മനസ്സിലാക്കി അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു തുടങ്ങി. നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റ് ഒന്ന് കണ്ടെത്തി. സാർ, ഞാൻ OBG ഭയങ്കര വീക്കാണ്. എത്ര വീക്കാ അറിഞ്ഞൂടാ. അവിടെ നമ്മൾ പരീക്ഷ ഇടും. OBGയുടെ 10 ക്വസ്റ്റ്യൻ എഴുതുന്നു, 3 പരീക്ഷ എഴുതുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്ക് വീതമാണ് എന്ന് കരുതുക. 10 ക്വസ്റ്റ്യന്റെ 3 പരീക്ഷ എഴുതുന്നു, 3 മാർക്ക് വീതം കിട്ടും. അവിടെ അയാളുടെ OBGയുടെ നോളജ് നമ്മളെവിടെ മെഷറബിൾ ടൈമിൽ എഴുതി വെക്കുകയാണ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റിവിറ്റി. 30%. അതേസമയം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 50%. അതേസമയം പീഡിയാട്രിക്സ് 80%. നഴ്സിംഗ് ഫൗണ്ടേഷൻ 90%. റിസർച്ച് 10%. ഇനി പറ, ഏത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം ഈ കുട്ടിക്ക് എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ലയോ? പറ്റും. അങ്ങനെയാണ് നമ്മൾ ഓൾ ടോപ്പിക്സിലേക്ക് കവറപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രാക്ടീസാണ്. മിനിമം 10,000 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകണം. ഡ്രൈവിങ് പഠിച്ചെന്നും പറഞ്ഞ് നല്ല ഹെവി ഏരിയയിൽ പോയിട്ട് വണ്ടി അങ്ങോട്ട് എടുത്ത് ഓടിക്കാമെന്ന് ആരും കരുതരുത്. ഞാൻ നേരത്തെ നീറ്റ് എൻട്രൻസ് ക്ലിയർ ചെയ്ത ഒരു കുട്ടിയുടെ കഥ പറഞ്ഞു കൂട്ട്. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതുമായിട്ടുള്ള എഴുതി വെച്ച് 10,000 ക്വസ്റ്റ്യൻ നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ MCQ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലെവലിൽ എത്തിച്ചേരും. ഓരോ പരീക്ഷയ്ക്കും ചില ലിസ്റ്റ് ഓഫ് ടോപ്പിക്കിന് പ്രാധാന്യം കൂടുതലാണ്. FCT ആണെന്നുണ്ടെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ന്യൂറോളജി, മെന്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യമാണ്. റിസർച്ച്. അതേസമയം മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം വളരെ കൂടുതലാണ് ഇൻഫാൻസ്. ഈ രീതിയിൽ അറിഞ്ഞു വേണം അതിലേക്ക് തിരിയാൻ. അതിനുശേഷം നിങ്ങളുടെ
ഡ്രീമിലേക്കൊന്ന് മൂവ് ചെയ്യുന്നു. ഇപ്പം നോട്ട് സെറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 സൈക്കിളിലായിട്ട് 2 എക്സാം വരികയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്ത തവണ വേക്കൻസി കുറയുമ്പോഴത്തേക്ക് ഇത് 1 സൈക്കിളായിട്ട് ചുരുക്കും, പിന്നെ അത് ഇല്ലാതാവും. 2 വർഷത്തിൽ കൂടുതൽ ഒരു എക്സാം. അതിനു മുമ്പ് ഇതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ വിത്ത് മെമ്മറി ടെക്നിക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇതേപോലെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ വർഷം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ നിരന്ന് നിൽക്കുന്നത്. ഈ വർഷം ഈ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് തൊട്ട് ഡിസംബർ വരെയുള്ള കാലയളവിലെ നോട്ട് സെറ്റ് 11 വരും സെപ്റ്റംബറിൽ. SCT എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി വരുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. ശ്രീചിത്ര, ഞാൻ ഇതേ പറഞ്ഞ 1.25 ലക്ഷം രൂപ ഡൽഹിയിലിരുന്നല്ല, ഞാൻ ഇനി തിരുവനന്തപുരത്ത് മേടിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല എന്നർത്ഥം. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന RCC, നവംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന മലബാർ ക്യാൻസർ സെന്റർ, ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന നഴ്സിംഗ് ട്യൂട്ടർ, BSc നഴ്സിംഗ്. പല കുട്ടികളും, ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് സംസാരിച്ച ഒരു കുട്ടി എന്നോട് ആർഗ്യൂ ചെയ്യുക, സാർ നഴ്സിംഗ് ട്യൂട്ടറിന് MSc നഴ്സിംഗ് വേണം. ഞാൻ A to Z ചാർട്ട് നിരത്തി കാര്യങ്ങൾ പഠിപ്പിച്ച് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എടുത്ത് കൊടുത്തപ്പോഴാണ് ആ കുട്ടിക്ക് ബോധ്യമാകുന്നത് BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം വിത്തൗട്ട് എക്സ്പീരിയൻസ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുകയും 80,000-ലധികം രൂപയിൽ സാലറി നേടാൻ പറ്റുന്ന ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പലരുടെയും പുറകിൽ നടന്ന് അവരുടെ സമയത്ത് എത്തിച്ചേർന്ന് അവരുടെ ജാടയും വേലയൊക്കെ കണ്ട് പോയിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് നഴ്സിംഗ് ട്യൂട്ടർ. നിങ്ങളും ഒരു നഴ്സിംഗ് ട്യൂട്ടറായിട്ട് മാറുന്നു. കേവലം 23 വയസ്സിലല്ലേ, 24 വയസ്സിൽ. 5 വർഷത്തിൽ ഒരിക്കൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഈ വർഷം ഒക്ടോബർ നവംബർ പീരീഡിൽ പ്രതീക്ഷിക്കുന്നു. ലിസ്റ്റിന്റെ കാലാവധി ഡിസംബർ 21 അവസാനിക്കുന്നു. എത്ര പേർക്കറിയാം? ആർക്കും അറിയില്ല. ദെൻ DHS നഴ്സിംഗ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ പ്രതീക്ഷിക്കുന്നു. RRB എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരികയും ഏകദേശം ഒരു മാർച്ച് മാസത്തിൽ എക്സാമിനേഷൻ നടന്നും പോവുകയാണ്. നിംഹാൻസ് 2 വർഷമായി വിളിച്ചിട്ട് ഈ വർഷം എൻ്റോട് കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും എക്സാമിനേഷൻസ് കിട്ടുന്ന ഒരു ബാച്ച് ഇപ്പൊ അടുത്തിടയ്ക്കൊന്നും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് യു ഓൾ ആർ ലക്കി. കഷ്ടതയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയ പിടിവള്ളി ഇട്ട് തരും. ഇതിൽ പിടിച്ചു കയറുന്ന ഈ 40-50 പേരുള്ളതിനകത്ത് ചിലപ്പോൾ ഒരു 50-60% ആൾക്കാരങ്ങ് പിടിച്ചു കയറും. ബാക്കിയുള്ള ആൾക്കാർ വിധിയെ പഠിച്ച് ഇങ്ങനെ ജീവിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാനെന്നല്ല, ഇതിനപ്പുറമുള്ള ഉസ്താദന്മാർ വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ശരി. ഇവിടെ യു ക്യാൻ രജിസ്റ്റർ യുവർ സ്ലോട്ട് എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ എക്സാമിനേഷൻ, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം പോലെ 3 കാര്യങ്ങൾ: ക്ലിനിക്കൽ ഡെപ്ത്, സ്പീഡ്, നെഗറ്റീവ് മാർക്ക് ഹാൻഡിൽ. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നിടത്ത് നിങ്ങൾ ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്യും.